ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിലൂടെ നമുക്കായി നൽകപ്പെടുന്ന കർത്താവിൻ്റെ വചനം എന്ന ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മെ കരം പിടിച്ച് നയിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വലിയ ആനന്ദത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധ വചനത്തെ മുറിച്ച് ആത്മാവ് നമുക്ക് നൽകുന്ന സമയമാണ്. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളും കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകവും ദൈവവചനത്തിൻ്റെ ശക്തിയും കൃപയും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് പകരുന്ന അത്ഭുതത്തിൻ്റെ സമയം. ഈ ദിനങ്ങളിലൊക്കെ ആയിരക്കണക്കിന് സഹോദരി സഹോദരങ്ങളാണ് വിവിധങ്ങളായ നിയോഗങ്ങൾ ഫോൺ ചെയ്തും ടെക്സ്റ്റ് മെസ്സേജായും യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തെല്ലാം ഈ ശുശ്രൂഷയിലേക്ക് അയച്ചത്. ഞാനതിലെ പല മെസ്സേജുകളും കണ്ടപ്പോൾ ഒത്തിരിയേറെ വേദന തോന്നി. സഹോദരങ്ങളെ, നമ്മുടെ ജനം, നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം ദുരിതത്തിലും സങ്കടത്തിലുമാണ്. സാമ്പത്തികമായി തകർന്ന ഒരുപാട് മക്കളെയോർത്ത് നൊന്തി നീറുന്ന അനേക മാതാപിതാക്കൾ, വിശ്വാസം നഷ്ടപ്പെട്ട് പരിശുദ്ധ കുദാശകൾ അവഗണിച്ചുകൊണ്ട് ദൈവവചനത്തോട് മറുതലിച്ച് ജീവിക്കുന്ന എത്രയെത്രയോ യുവമക്കൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ട നിമിഷങ്ങളാണിത്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനമയച്ച് ഞങ്ങളുടെ തലമുറകളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 119 സങ്കീർത്തനം 62 വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. എത്ര മനോഹരമായ വചനമാണിത്. കർത്താവേ, അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം, അങ്ങയുടെ വചനങ്ങൾ മൂലം രാത്രിയുടെ യാമങ്ങളിൽ അങ്ങയെ സ്തുതിക്കുവാൻ ഞാൻ എഴുന്നേൽക്കുന്നു. പരിശുദ്ധ വചനം ഇത് നീതിയുടെ വചനമാണ്. കർത്താവിൻ്റെ വചനം ശക്തിദായകമാണ്. ദൈവത്തിൻ്റെ വചനം സൗഖ്യത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും സാന്നിധ്യത്തെ കൊണ്ടുവരുന്നതാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സങ്കീർത്തകൻ പറയുകയാണ്, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുകയാണ്. അങ്ങയുടെ വചനം എന്നോടത് ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൈവവചനത്തെ പ്രമാണിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തെ ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവമായ കർത്താവിനെ സ്തുതിക്കുവാൻ, അവിടത്തെ ആരാധിക്കുവാൻ സങ്കീർത്തകൻ ദിനം പ്രതി എഴുന്നേൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ ശുശ്രൂഷയിൽ നമുക്കും ചില തീരുമാനങ്ങൾ എടുക്കാം. കർത്താവിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എന്നും പരിശുദ്ധ വചനം സ്നേഹത്തോടെ ഭക്ഷിക്കും. കർത്താവിൻ്റെ വചനത്തെ ഞാൻ ധ്യാനിക്കും. ദൈവവചനത്തെ ഞാൻ പ്രമാണിക്കും. കൽപ്പനകൾ അനുസരിക്കും. ദൈവവചനത്തെ ഞാൻ ജീവിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ മൂലം എൻ്റെ ജീവിതം ദൈവസ്തുതിയുടെ, ദൈവാരാധനയുടെ ജീവിതമായി ഞാൻ മാറ്റും. സഹോദരങ്ങളെ, തീരുമാനമെടുത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. 119 സങ്കീർത്തനം 54 വചനത്തിൽ വീണ്ടും ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു, തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് കർത്താവിൻ്റെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. നമ്മളിവിടെ തീർത്ഥാടകരാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. നമ്മുടെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലാണ്. നമ്മുടെ നിത്യമായ വാസം
നമ്മുടെ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിലാണ്. ഇറ്റേണൽ ഗ്ലോറി. നമ്മളിവിടെ പ്രവാസികളാണ്, നമ്മളിവിടെ പരദേശികളാണ്. സങ്കീർത്തകൻ പറയാ, തീർത്ഥാടകനായ പരദേശിയായി ഞാൻ പാർക്കുന്ന എൻ്റെ ഈ പ്രവാസകാലത്ത് കർത്താവിന്റെ വചനങ്ങളാണ് എൻ്റെ ഗാനം, പരിശുദ്ധ വചനങ്ങളാണ് എൻ്റെ ആനന്ദം. കർത്താവിന്റെ വചനങ്ങളിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നത്. എൻ്റെ ആനന്ദം, എൻ്റെ ഗാനം കർത്താവിന്റെ പ്രമാണങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളുടെ ആനന്ദം ദൈവവചനമാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ഗാനം എന്ന് പറയുന്നത് അത് കർത്താവിനോടുള്ള ആരാധനയാണ്, കർത്താവിലുള്ള ആനന്ദമാണ്, പരിശുദ്ധ വചനത്തിലുള്ള നമ്മുടെ ആനന്ദത്തിന്റെ അനുഭവമാണ് സങ്കീർത്തകൻ ഇവിടെ പങ്കുവെക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ എല്ലാം ഗാനമായി, ആനന്ദമായി കർത്താവിന്റെ വചനം ഉയർത്തപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ ഒരു വചനം തരുന്ന തിരിച്ചറിവിലേക്ക്, ഈ വചനത്തിന്റെ അഭിഷേകത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങളെല്ലാം കടന്നു വരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനങ്ങളാണ് എൻ്റെ ഗാനം. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്ന ഈ ലോക ജീവിതത്തിൽ എൻ്റെ ഗാനം, എൻ്റെ ആനന്ദം, എൻ്റെ കരുത്ത് കർത്താവിന്റെ വചനമാണ്. കർത്താവിന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട്, ദൈവവചനത്തെ ആദരിച്ചുകൊണ്ട്, ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, കർത്താവിന്റെ വചനത്തിൽ വ്യാപരിച്ചുകൊണ്ട്, പരിശുദ്ധ വചനത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു കൃപാ ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രഖ്യാപിക്കാം, കർത്താവേ, അങ്ങയുടെ വചനങ്ങളാണ് എൻ്റെ ഗാനം, അവിടുത്തെ വചനങ്ങളാണ് എൻ്റെ ഗാനം. എൻ്റെ കുടുംബത്തിന്റെ ആനന്ദം പരിശുദ്ധ വചനങ്ങളാണ്. ഈ ലോകത്തിന് നൈമിഷിക സന്തോഷങ്ങളല്ല, ഈ ലോകത്തിന് സുഖഭോഗങ്ങളല്ല, ഈ ലോകത്തിന് നശ്വരമായ നേട്ടങ്ങളല്ല. കർത്താവിന്റെ വചനത്തിൽ, പരിശുദ്ധ വചനത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഇന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഉയർത്തിപ്പിടിച്ച് ശംഖ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹത്വം ഇറങ്ങി വരുന്ന സമയം, ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന സമയം, വചനമയ അനേകരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയം, ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന സമയം, കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന സമയം, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഇറങ്ങുന്ന സമയം, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവശക്തി വെളിപ്പെടുന്ന സമയം, എല്ലാം മറന്ന് സ്വരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, അവിടുത്തെ വചനങ്ങളിൽ ആനന്ദം കണ്ടെത്തുക, അവിടുത്തെ പ്രമാണങ്ങൾ എന്റെ ഗാനമായി മാറുക, എന്റെ കരുത്തായി മാറുക. കർത്താവേ, കൃപ ചെയ്യണമേ. വ്യക്തിപരമായി എന്നെ അഭിഷേകം ചെയ്യണമേ, കുടുംബമായി അഭിഷേകം ചെയ്യണമേ, കൂട്ടായ്മയായി അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥന ശുശ്രൂഷകളിൽ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ വെച്ച് കർത്താവെ അങ്ങേ സ്തുതിക്കുന്ന ആയിരങ്ങളുടെ നിയോഗങ്ങൾ അവിടുന്ന് ആശീർവദിക്കണം. ലോർഡ് ബ്ലെസ്, അനോയിന്റ്. ഈശോയെ നന്ദി. കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച്, കർത്താവിന്റെ വചനങ്ങളാണ് എൻ്റെ ഗാനം, കർത്താവിന്റെ പ്രമാണങ്ങളാണ് എൻ്റെ ആനന്ദം. യെസ് ലോർഡ്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ വചനം എന്റെ ഗാനമാണ്. ഈ വരികൾ പാടി നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കർത്താവേ, കൃപ ചെയ്യണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ താങ്ങണമേ, കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. എന്റെ ഗീതം പോലെയല്ല എൻ പിതാവേ, എൻ കർത്താവേ, എന്റെ ഗീതം യെസ് ലോർഡ് പോലെയല്ല. ആമേൻ, ആമേൻ. കർത്താവേ, പിതാവേ, കർത്താവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.
അപ്പാ, ഗീതം അങ്ങയുടെ വചനങ്ങളാണ് എന്റെ ഗാനം. എന്നെ അവിടുത്തെ വചനങ്ങളാണ് എന്റെ ഗാനം. ആമേൻ. നടത്തിയിടണമേ. ഇമ്പമുള്ള ജീവിതമോ ഏറെ ധനം മാനങ്ങളും ഇതൊന്നുമല്ല കർത്താവ് എന്റെ ആഗ്രഹം. ജീവിതവും അങ്ങയുടെ വചനങ്ങളാണ് എനിക്ക് വേണ്ടത്. അവിടുത്തെ സാന്നിധ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയൻ. തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കർത്താവേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അല്പം ഉയർത്തി അതരം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവവചനത്തിനായി ആഗ്രഹിച്ച് വചനാഭിഷേകത്തിനായി, വചന അനുഭവത്തിനായി, വചന സാന്നിധ്യത്തിനായി, പരിശുദ്ധ വചനത്തിന്റെ കൃപയ്ക്കായി, വചനത്തിലൂടെ ലഭിക്കുന്ന ആനന്ദം, അനന്തമായ ശക്തി, ശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, കർത്താവേ, വചനമയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. തലമുറകളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനേകരെ സുഖപ്പെടുത്തണമേ, അനേകരെ ശുദ്ധീകരിക്കണമേ. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ പതിനായിരങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. ലോർഡ്, anoint, 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 Lord. Hallelujah, hallelujah, hallelujah. നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും ഏറ്റുപറയുകയാണ്. ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ ഗാനം കർത്താവിന്റെ വചനമായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങളുടെ ഗാനം പരിശുദ്ധ വചനമാകുവാൻ ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് മക്കളാണ് വിവിധങ്ങളായ നിയോഗങ്ങൾ അയച്ചത്. എൻ്റെ സഹോദരങ്ങളെ, പല നിയോഗങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഹൃദയവേദന തോന്നി. എന്തുമാത്രം തകർച്ചയിലാണ് നമ്മുടെ ജനമായിരിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ കഠോരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബാങ്ക് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുകയാണ്, വീടുകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ, എല്ലാം തകർന്നടിയുന്നൊരവസ്ഥ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒത്തിരിയേറെ മക്കളുടെ നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയായി ഞാൻ കണ്ടു. മക്കളെ ഓർത്ത് വേദനിക്കുന്ന അനേക മാതാപിതാക്കൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലം നട്ടം തിരിയുന്നവരെ, ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പല ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം ലഭിക്കാതെ ഭാരപ്പെടുന്ന അനേകം വ്യക്തിത്വങ്ങൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രതിസന്ധികൾ എത്ര വലുതായിക്കോട്ടെ, കർത്താവ് വിശ്വസ്തനാണ്. നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നമ്മുടെ നിയോഗങ്ങൾ എന്തുമാവട്ടെ, നിങ്ങളത് ടെക്സ്റ്റ് ചെയ്യുക. അതുപോലെ ഈ ലൈവ് ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ലൈവായി നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായ വിഷയങ്ങളിൽ ഇടപെടും. അതുപോലെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം
നമുക്കറിയാം, ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിന് മുന്നറിയിപ്പുകൾ എന്ന് നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മളൊരു അന്ത്യകാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അത് ആഗതമായിക്കൊണ്ടിരിക്കുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വളരെ നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകവും സഭയും വളരെ നിർണായകമായ ഒരു കാലത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തിൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധ വചനത്തിൻ്റെ അനന്തമായ അഭിഷേകവും ദൈവവചനത്തിൻ്റെ മാധുര്യവും ദൈവവചനത്തിൻ്റെ അനന്തമായ സാധ്യതകളും നാം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവവചനം പാലിച്ച് വചനത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ വചനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവവചനത്തെ നാം കാക്കുന്നവരായി മാറുക. കർത്താവിൻ്റെ വചനത്തെ നാം കാക്കുന്നവരായി മാറുക. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ദൈവത്തിൻ്റെ വചനം തിരസ്കരിക്കപ്പെടുന്നൊരു കാലമാണ്. ദൈവവചനത്തോട് ഇന്ന് വലിയൊരു വിരുദ്ധത ലോകവ്യാപകമായി നമുക്ക് കാണുവാൻ പറ്റും. കർത്താവിൻ്റെ വചനങ്ങളോട്, നമ്മുടെ കർത്താവിൻ്റെ പ്രമാണങ്ങളോട് വ്യാപകമായൊരു വെറുപ്പും വിരുദ്ധതയും വിദ്വേഷവും അതൊരു ദേശത്തൊരു രാജ്യത്ത് മാത്രമല്ല, വേൾഡ് വൈഡായി നമ്മൾ ഇന്ന് കാണുകയാണ്. എവിടെയും ദൈവവചനത്തെ തിരസ്കരിക്കുന്നൊരവസ്ഥ, കർത്താവിൻ്റെ വചനത്തെ അവഹേളിക്കുക, പരിശുദ്ധ വചനങ്ങളോട് നിന്ന് അപമാനം പുലർത്തുക, കർത്താവിൻ്റെ വചനത്തെ കളിയാക്കുക, ലോകത്തിൻ്റെ പൊതുബോധത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ പരസ്യമായി അധിക്ഷേപിക്കുക. നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മീഡിയകൾ വഴിയെല്ലാം നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, എൻ്റെ സഹോദരങ്ങളെ, അനുതാപം നഷ്ടപ്പെട്ടു പോയൊരു കാലമാണിത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ മനസാക്ഷി കരിഞ്ഞുപോയൊരു സമയം, ഹൃദയത്തിന് കാഠിന്യം ബാധിച്ച ഒരു നിമിഷമാണ്. മറ്റ് ഏതൊരു കാലത്തേക്കാൾ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ ഹൃദയങ്ങൾക്ക് കഠിനത ബാധിക്കുന്നു. കാപട്യത്തിൻ്റെ കൈപ്പേറിയ വിഷം ഇന്ന് അനേകം മനുഷ്യ ഹൃദയങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, മൂടപ്പെട്ടിരിക്കുകയാണ്. ചതിയും വഞ്ചനയും കപടതകളും എല്ലാവിധ തിന്മകളും ദുഷിപ്പുകളും ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെട്ടു പോകുന്നൊരു തലമുറ. ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? വെളിപാട് പുസ്തകം 9-ാം അധ്യായം 21-ാം വചനത്തിൽ തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുതപിച്ചില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ച് അവർ അനുതപിച്ചില്ല. സഹോദരങ്ങളെ, അനുതാപം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം. നമ്മുടെ കർത്താവ് പറഞ്ഞു, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. ഈ നാളുകളിൽ മാത്രമല്ല, എല്ലാ കാലത്തും അനുതാപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അനുതപിക്കാത്ത വ്യക്തികൾക്ക്, അനുതപിക്കാത്ത കുടുംബങ്ങൾക്ക്, അനുതപിക്കാത്ത തലമുറകൾക്ക്, അനുതപിക്കാത്ത സമൂഹങ്ങൾക്ക്, അനുതപിക്കാത്ത സഭയ്ക്ക് കൊടിയ നാശമാണെന്ന് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ്, ഇത് കർത്താവിൻ്റെ വചനമാണ്. അവർ അനുതപിച്ചില്ല. തങ്ങളുടെ വ്യഭിചാരത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും മോഷണത്തെക്കുറിച്ചും മന്ത്രവാദത്തെക്കുറിച്ചെന്ന് പറഞ്ഞ സകലവിധ ദുഷിപ്പുകൾ ചെയ്തിട്ടും അനുതാപം നഷ്ടപ്പെട്ടു പോയ, ഹൃദയകാഠിന്യം സംഭവിച്ച ഒരു തലമുറയെക്കുറിച്ച് ആത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്.
എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനത്തെ തിരസ്കരിക്കുന്നൊരു കാലം, കർത്താവിൻ്റെ വചനങ്ങളെ പരസ്യമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നൊരു സമയം. ദൈവവചനത്തോട് ചങ്കായി ചേർത്ത് പിടിക്കുന്ന നമ്മൾ പലരും ദൈവകൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് വചനത്തോട് മറുതലിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത്. ജോബിൻ്റെ പുസ്തകം 21 അധ്യായം 14 വചനത്തിൽ ഈ തലമുറയെക്കുറിച്ച് വ്യക്തമായി ആത്മാവ് പറയുന്നുണ്ട്. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടു പോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തോട് വിട്ടുപോകാൻ ആവശ്യപ്പെടുന്ന ഒരു തലമുറ, ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ, ദൈവത്തെയും ദൈവവചനങ്ങളെയും ബാധ്യതയായി കാണുന്നൊരു തലമുറ നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ കൽപ്പനകൾ പലപ്പോഴും നമുക്കൊരു ഭാരമായി, ശല്യമായി തോന്നുന്നു. കാരണം എന്താ? നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് അനേകർ പറയുന്നത് ഫ്രീഡം, ഞങ്ങൾക്ക് ഫ്രീഡം വേണം, ഞങ്ങൾ ആരുടെയും അടിമകളല്ല. മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യും ഞാനാ തീരുമാനിക്കുന്നത്. അവിടെ ദൈവവചനത്തിനോ സുവിശേഷ മൂല്യങ്ങൾക്കോ സഭയുടെ സത്യപ്രബോധനങ്ങൾക്കോ കർത്താവിൻ്റെ കൽപ്പനകൾക്കോ യാതൊരു സ്ഥാനവുമില്ലാതെ പോകുന്നു. പരസ്യമായി ദൈവവചനത്തെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, നിന്ദിക്കുന്ന എത്രയെത്രയോ സംഭവങ്ങൾ നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കില്ല സഹോദരങ്ങളെ. അവർ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞങ്ങളെ വിട്ടുപോ, ഞങ്ങൾക്ക് നിന്റെ ആവശ്യമില്ല. ദൈവത്തെ ആവശ്യമില്ലാത്ത, ദൈവത്തെ മാറ്റി നിർത്തുന്ന, ദൈവകൽപ്പനകളെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു കാലത്തിലാണ്, ഒരു സമയത്തിൽ നമ്മൾ ആയിരിക്കുന്നത്. അവിടുത്തെ മാർഗങ്ങൾ അറിയാൻ, അവിടുത്തെ വചനങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് സുഖമാണ്, ഞങ്ങൾക്ക് വേണ്ടത് സന്തോഷമാണ്, ഞങ്ങൾക്ക് വേണ്ടത് ആഘോഷങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളുമാണ്. ദൈവമേ, നിന്റെ മാർഗങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ 119 സങ്കീർത്തനം 9 വചനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എന്താ കർത്താവ് പറയുന്നത്? ഈ ഒരു സമയത്ത് ഇങ്ങനെ അനുതാപം, മാനസാന്തം നഷ്ടപ്പെട്ടു പോയ ഈ ഒരു തലമുറയിൽ സങ്കീർത്തകൻ പറയാണ്, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഇപ്രകാരം ഒരു തലമുറയിൽ ഒരു വ്യക്തി എങ്ങനെയാണ് വിശുദ്ധിയോടെ ദൈവകൽപ്പനകളെ പ്രമാണിച്ച് കാത്തുകൊണ്ട് ജീവിക്കുന്നത്? വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച്, വചനം അനുസരിച്ച്, വചനത്തിൽ വ്യാപരിച്ചുകൊണ്ടാണ് ഒരു യുവാവ്, യുവതി തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ, ഇപ്രകാരം ഒരു സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. വചനത്തെ തിരസ്കരിക്കുന്ന, ദൈവവചനത്തെ അപമാനിക്കുന്ന, കർത്താവിൻ്റെ വചനത്തെ അധിക്ഷേപിക്കുന്ന ഈ നാളുകളിൽ സ്വർഗം നമ്മോട് ചോദിക്കുക, ആരെനിക്ക് വേണ്ടി സംസാരിക്കും, ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കി? തലമുറയിൽ ദൈവവചനത്തെ ഉയർത്തുവാൻ, എവിടെയും കർത്താവിൻ്റെ വചനത്തെ കാക്കുവാൻ വേണ്ടി, പരിശുദ്ധ വചനങ്ങളെ ആദരിക്കുവാൻ, ദൈവകൽപ്പനകളെ പ്രമാണിക്കുവാൻ, എവിടെയും വചനത്തെ അഭിമാന ബോധത്തോടെ ഉയർത്തിപ്പിടിക്കുവാൻ ധീരതയുള്ള എത്ര പേരെനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് കർത്താവ് എന്നോടും നിന്നോടാ ചോദിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി ദുഷ്ടതയ്ക്കെതിരെ, തിന്മയ്ക്കെതിരെ ആര് സ്വരമുയർത്തും? 94 സങ്കീർത്തനം 16 വചനത്തിൽ ഈ ചോദ്യം നമുക്ക് കാണുവാൻ പറ്റും. ആത്മാവ് എന്താ പറയുന്നത്? ആരെനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്തു നിൽക്കും? എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ നന്നായി ശ്രദ്ധയോടെ ഇരിക്കണം. നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ദൈവവചനത്തെ ഈ നാളുകളിൽ ആദരിക്കുവാൻ വേണ്ടി, കർത്താവിൻ്റെ വചനത്തെ ചങ്കായി ഏറ്റെടുക്കുവാൻ വേണ്ടി
എവിടെയും അഭിമാനത്തോടെ ആനന്ദത്തോടെ കർത്താവിൻ്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കുവാനും സാക്ഷ്യം നൽകുവാനുമായി ഈ തലമുറയിൽ ആര് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട കർത്താവിൻ്റെ തിരുമൊഴിയാണിത്. യെസ് ലോർഡ്, ഐ ആം റെഡി ലോർഡ്, വി ആർ റെഡി ലോർഡ്. നമുക്ക് എത്ര പേർക്ക് ധീരതയോടെ ഇത് പ്രഖ്യാപിക്കാൻ പറ്റും? കർത്താവെ, ഞാൻ തയ്യാറാണ്. അങ്ങയുടെ വചനത്തെ കാക്കുവാൻ, ദൈവവചനത്തെ നിഷേധിക്കുകയും പരസ്യമായി അവഹേളിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവേ, ആനന്ദത്തോടെ അഭിമാനത്തോടെ അങ്ങയുടെ വചനത്തെ കാക്കുവാനും അവിടുത്തെ വചനത്തെ ഉയർത്തിപ്പിടിക്കുവാനും അങ്ങയുടെ വചനത്തെ പ്രമാണിക്കുവാനും ഞാൻ തയ്യാറാണ് കർത്താവേ. നമുക്ക് എത്ര പേർക്ക് കർത്താവിൻ്റെ മുൻപിൽ ഈ തീരുമാനം എടുക്കാൻ പറ്റും? നമ്മുടെ കുടുംബങ്ങൾ ഈ കൃപയിലേക്ക് വരട്ടെ, നമ്മുടെ തലമുറകൾ ഈ അഭിഷേകത്തിൽ നിറയട്ടെ. നമ്മൾ ഓരോരുത്തരും ഈയൊരു നിലപാടും ധീരതയും തീരുമാനവുമാണ് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി എടുക്കേണ്ടത്. സഹോദരങ്ങളെ, നമുക്കൊരു കോൾ വരും, നമുക്കത് അറ്റൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിയോഗങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. സാധിക്കുന്നവർ ഫോൺ ചെയ്ത് നിങ്ങൾ നിയോഗങ്ങൾ പറയുക. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഷെക്കേനയുടെ ഇൻ്റർസെഷൻ ടീം, മധ്യസ്ഥ പ്രാർത്ഥന ടീം ഒന്നിച്ച് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചുമ്മാ പറയുന്നതല്ല സഹോദരങ്ങളെ, ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ കടന്നു വരും, കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും, നമ്മുടെ പ്രതിസന്ധികൾക്ക് ഉത്തരം ലഭിക്കും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ആ കോൾ ശ്രദ്ധിക്കാം. ഹലോ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഡിനു എന്നാണ് എന്റെ പേര്. എന്തിനു വേണ്ടിയാണ് ഡിനു പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. കുടുംബത്തിലെ വചനം എന്നറിയാനും പരിശുദ്ധാത്മാവെന്ന് അറിയാനും വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളെ ഒരു സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് ഞങ്ങളുടെ കുടുംബത്തില്. ഇപ്പം മദ്യപാനം, ഞങ്ങളുടെ ഗൃഹനാഥനും മദ്യപാനത്തിന്റെ വല്ലാത്തൊരു മദ്യപാനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയായിട്ടോ അല്ലെങ്കിൽ കൂതാശകളോ ആയിട്ടോ യാതൊരു ബന്ധവും പുലർത്താത്ത. നമുക്ക് പ്രാർത്ഥിക്കാട്ടോ. ഓക്കെ സഹോദരൻ, പ്രാർത്ഥിക്കാട്ടോ. കർത്താവിൻ്റെ വചനം സഹോദരൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അപ്പോൾ ദൈവവചനത്തെ നന്നായി സ്നേഹിക്കുക. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെയും എപ്പോഴും കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുക, പ്രമാണിക്കുക. ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. കർത്താവിൻ്റെ വചനം ഓർക്കുക. കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുക, ആ വിശ്വാസം വഴി നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ സഹോദരിയുടെ ആ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്കെല്ലാം ദൈവകൃപ കടന്നു വരുവാൻ, സമാധാനമുണ്ടാകുവാൻ, അവിടെ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവിൻ്റെ വചനം കടന്നു ചെന്ന് അവിടെ സൗഖ്യവും സമാധാനവും ആനന്ദം ഉണ്ടാകുവാൻ, പൈശാചിക പീഡകൾ, നാരകീയ ശക്തികൾ, തിന്മയുടെ പോരുകളെല്ലാം ദൈവവചനത്തിന് അനന്ത ശക്തിയാൽ നിർവീര്യമാകുവാൻ, കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ, ഇരു കരങ്ങൾ ഉയർത്തി ഈ നിയോഗങ്ങൾക്കായി കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകം, ദൈവവചനത്തിന്റെ അത്ഭുത ശക്തി, കർത്താവിന്റെ വചനത്തിന്റെ അത്ഭുത കൃപ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക്, പതിനായിരക്കണക്കിന് ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, അവിടുത്തെ ജീവനുള്ള വചനമയച്ച് പൈശാചിക പീഡകളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ പോരുകളെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ചിതറിച്ചു കളയണമേ. സ്തുതിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിമോചനങ്ങൾ ദൈവവചനമയച്ച് കർത്താവിൻ ജനത്തിന് നൽകണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. കരങ്ങൾ അടിച്ച്, എല്ലാവരും ശക്തിയോടെ കരം അടിച്ച് പരിശുദ്ധ വചനത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവവചനത്തിന് അത്ഭുത ശക്തി സ്വന്തമാക്കി ആനന്ദത്തോടെ പാടുകേ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ഞാനിന്നും വഴി നടക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തെ ജനിക്കും.
ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. കർത്താവിന്റെ പക്ഷത്തുണ്ട്, ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ജീവിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ജീവനുള്ള വചനം നിന്നോടൊപ്പമുണ്ട്. കരമുയർത്തി ഒരിക്കൽ കൂടെ ഒറ്റ വിളി, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അത്ഭുത കൃപ, അത്ഭുത ശക്തി, അത്ഭുത അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം അപമാനിക്കപ്പെടുന്ന ഇടങ്ങളിൽ, കർത്താവിന്റെ വചനത്തെ ദുഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ, പരിശുദ്ധ വചനം അധിക്ഷേപിക്കപ്പെടുമ്പോൾ, കർത്താവിന്റെ വചനം അവഹേളിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം ആളിക്കത്തണം. ദൈവത്തിന്റെ ആത്മാവ് തീ പോലെ നമ്മളിൽ ജ്വലിക്കണം. വചനം എവിടെയെല്ലാം ദുഷിക്കപ്പെടുന്നു, അവഹേളിക്കപ്പെടുന്നു, അവിടെ ധീരതയോടെ കർത്താവിന്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കുവാനും ദൈവവചനത്തെ മഹത്വപ്പെടുത്തുവാനും എന്ത് വില കൊടുത്തും മരിക്കേണ്ടി വന്നാലും കർത്താവിന്റെ വചനത്തെ കാക്കുവാനും എന്റെ സഹോദര സഹോദരി, എനിക്കും നിനക്കും സാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു ക്രൈസ്തവൻ ദൈവവചനത്താൽ ബന്ധിതനാണ്. ഒരു ക്രിസ്ത്യാനിയുടെ നിയമം എന്ന് പറയുന്നത് കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതമാണ്. നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ സഹോദരങ്ങളെ, ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകൾ വഴി ലോകത്തിന് അനേകം ദിക്കുകളിൽ, അതിനെ ഒരു രാജ്യമോ ദേശമോ എന്നൊന്നും ബാധകമല്ല, എല്ലായിടത്തും ഒരുപോലെ ഇന്ന് കർത്താവിന്റെ വചനം ദുഷിക്കപ്പെടുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ കണ്ടു, ഫ്രാൻസിൽ നടന്ന ഒളിമ്പിക്സ്. അവിടെ എന്തുമാത്രം ക്രൈസ്തവ വിരുദ്ധത നിറഞ്ഞ കാര്യമാണ് സംഭവിച്ചത്. നമ്മുടെ കർത്താവിന് തിരുവത്താഴത്തെ പരസ്യമായി അപമാനിക്കുക, കർത്താവിന്റെ വചനത്തെ നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന പല വിധത്തിലുള്ള അരങ്ങേറ്റങ്ങൾ, പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു. അവരൊരു പുതിയ നിയമം കൊണ്ടുവന്നു. വിജയിച്ച വ്യക്തികൾക്ക് തങ്ങളുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിട്ടൊരു പന്ത് കളിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമുകൾ ജയിച്ചു കഴിയുമ്പോൾ പലരും കുരിശു വരച്ചുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ പല 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 ഇതുപോലുള്ള സ്പോർട്സുകൾ, ഗെയിമുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായ അജണ്ട കൊണ്ടുവരികയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്ത്യാനിറ്റി ഇല്ലാതാക്കുക, ക്രിസ്തീയ വിശ്വാസത്തെ വാഷ് ഔട്ട് ചെയ്ത് കളയുക, കർത്താവിൻ്റെ വചനത്തെ അപമാനിക്കുക, അവഹേളിക്കുക. ബോധപൂർവമാണ് ഇതൊക്കെ സംഘടിതമായ ചില നീക്കങ്ങളെ സഹോദരങ്ങളെ. ഇവിടെയൊക്കെയാണ് നമ്മുടെ വിശ്വാസം ഉണരേണ്ടത്. കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും അവിടുത്തെ സഭയോടുമുള്ള നമ്മുടെ സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് അവിവേകം കാണിച്ചല്ല, ഒരു ക്രൈസ്തവരെ ചേരുന്ന വിധത്തിൽ കർത്താവിൻ്റെ ആത്മാവിന് യോഗ്യമായ രീതിയിൽ നമ്മൾ ദൈവവചനത്തെ കാക്കുകയും ഉയർത്തുകയും വേണം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 5-6 വചനങ്ങളിൽ എന്താണ് ആത്മാവ് നമ്മോട് പറയുന്നത്? ആ വചനം എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ വായിച്ച്. വെളിപാട് പുസ്തകം 13-5-6 ദൈവദൂഷണവും വൻപും പറയുന്നൊരു വാ അതിന് നൽകപ്പെട്ടു. ശ്രദ്ധിക്കണം, ദൈവത്തെ ദുഷിക്കുന്ന, ദൈവത്തെ നിഷേധിക്കുന്ന, വമ്പ് പറയുന്ന ഒരു വാ അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്തുവാൻ അതിന് അധികാരവും നൽകപ്പെട്ടു.
ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വാ തുറന്നു. അവിടുത്തെ നാമത്തെയും കർത്താവിൻ്റെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ഈ വചനം. ദൈവത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ ദൂഷണം പറയാൻ, അതിനെ അവഹേളിക്കുവാൻ, അപഹസിക്കുവാൻ അത് വാ തുറന്നു. ഇത് അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ ദൂഷണം പറയാണ്, ദുഷിപ്പ് പറയുന്നു, അവഹേളിക്കുന്നു, നിന്ദിക്കുന്നു, പരസ്യമായി കർത്താവിൻ്റെ വചനങ്ങളെ അപമാനിക്കുന്നു. എത്ര കൃത്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു കാലത്തെ ആത്മാവ് കൊണ്ടുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായ്ക്ക് പ്രവചന വചനങ്ങൾ സ്വർഗം കൊടുക്കുകയാണ്. അതെന്തൊക്കെയാണ് ദൂഷിച്ചത്? ദൈവത്തെയും ദൈവവചനത്തെയും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെയും നമ്മുടെ കർത്താവിൻ്റെ വാസസ്ഥലത്തെയും സ്വർഗത്തിലെ വിശുദ്ധരെയും അത് ദുഷിച്ചു പറഞ്ഞു, അവഹേളിക്കുകയാണ്, അത് നിന്ദിച്ച് പരിഹസിച്ച് പറയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ ഈ വചനം നമ്മൾ നോക്കുക, എത്ര അർത്ഥവത്താണ്. സോഷ്യൽ മീഡിയയിൽ പല റൈറ്റപ്പുകൾ, പല വീഡിയോകൾ, ഇതൊക്കെ എന്തിനെതിരെയാണ്? കർത്താവായ യേശുവിനെയും അവിടുത്തെ പരിശുദ്ധമായ വചനത്തിനെതിരെയാണ് നമ്മൾ ഈ ദുഷിപ്പുകളൊക്കെ കാണുന്നത്. ക്രൈസ്തവർക്കെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ, ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ, കർത്താവിൻ്റെ വചനത്തിനെതിരെ നമ്മളെല്ലാം ഇന്ന് ഇതുപോലുള്ള ദുഷിപ്പുകളും അവഹേളനങ്ങളും ഒത്തിരി ഒത്തിരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ഷരികമായി വചനം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു ക്രൈസ്തവൻ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, എൻ്റെ സഹോദര സഹോദരി, എനിക്കും നിനക്കും നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം ജ്വലിക്കണം. നമ്മുടെ വിശ്വാസം ഉണരണം. ദൈവവചനത്തെ എന്ത് വില കൊടുത്തും കാക്കുവാനും സംരക്ഷിക്കുവാനും ഉയർത്തിപ്പിടിക്കുവാനുമുള്ള ഒരു ധീരതയും കമ്മിറ്റ്മെന്റും ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ഉണ്ടാകണമെന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. മനസ്സിലാകുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവവചനത്തെ കാക്കുന്നവരായി നമ്മൾ മാറണം. സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 12:15 നമുക്കിത് കാണാൻ പറ്റും. ഇന്ന് ഒരു പ്രളയം പോലെ നുണകളും കള്ളത്തരങ്ങളും ചതികളും മ്ലേച്ഛതകളും ദൈവദുഷിപ്പുകളും ദൈവനിഷേധവും ദൈവവചനത്തോടുള്ള ഒരു മത്സരവും ദൈവവചനത്തോടുള്ള മറുതലിപ്പൊക്കെ ഒരു ഫ്ലഡ് പോലെ, പ്രളയം പോലെ ഇന്ന് പിശാച് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വചനം നിങ്ങൾ ഒരുമിച്ച് വായിച്ചേ. സ്ത്രീ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. വായിൽ നിന്ന് നദി പോലെ, കണ്ടോ, നദി പോലെ. ഒന്നുകൂടി ഒരുമിച്ച് വായിച്ച, വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. ഈ നദി പോലെ ഒഴുകുന്ന ഈ ജലം എന്താ സഹോദരങ്ങളെ? ഇത് നുണയാണ്. നുണയുടെ പ്രളയം, കള്ളത്തരത്തിന്റെ പ്രളയം, വ്യാജത്തിന്റെ പ്രളയം, അസത്യത്തിന്റെ പ്രളയം, മ്ലേച്ഛതയുടെ, ദുഷിപ്പിന്റെ ഒരു ഫ്ലഡ് പോലെ, പ്രളയം പോലെ ഇന്ന് പിശാച് ഒഴുക്കിക്കൊണ്ടിരിക്കുക. അതിനെതിരെ നിൽക്കാൻ ആത്മാവിന്റെ വാളായ കർത്താവിന്റെ വചനം എന്റെയും നിന്റെയും ഹൃദയത്തിലും അധരത്തിലും ഉണ്ടാകണം. ഈ ശുശ്രൂഷ വഴി അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവവചനത്താൽ ബന്ധിതമായ ജീവിതങ്ങളാകണം. എൻ്റെ സഹോദരങ്ങളെ, ചങ്ക് തുറന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, വചനത്തിന്റെ അഭിഷേകം തരണമേ, വചനത്തിന്റെ ആത്മാവിനെ നൽകണമേ, വചന ശക്തിയാൽ എന്നെ മുദ്ര ചെയ്യണമേ. ആത്മാർത്ഥമായി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ അവിടെയെല്ലാം വചനത്തിന്റെ ശക്തി ഇറങ്ങി വരുവാൻ, വചനത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റും? മക്കളെ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന പാഴായി പോകുന്നില്ല. അത് ഫലം കാണാതെ തിരിച്ചു വരുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരമുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ നമുക്ക് ഈ നിലപാടുണ്ടാവണം. ഷെക്കേനയുടെ ഒരു നിലപാട് അതാണ്. ഷെക്കേന ന്യൂസിന്റെ ദൗത്യം അതാണ്.
ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ പ്രതിരോധിക്കുക. വിശ്വാസം അപഹസിക്കപ്പെടുമ്പോൾ, വിശ്വാസത്തെ അവഹേളിക്കുമ്പോൾ അവിടെ നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുവാനും നമ്മുടെ വിശ്വാസം ധീരതയോടെ പ്രഖ്യാപിക്കുവാനുമുള്ള കർത്താവിൻ്റെ നാവാണ് ഈ ഒരു മാധ്യമ ശുശ്രൂഷ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതാരെയും വിമർശിക്കാനല്ല, ആരെയും ചെറുതാക്കാനല്ല, ആരെയും വേദനിപ്പിക്കാനല്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ സ്നേഹത്തിൽ സത്യം പറയുകയാണ്. സ്നേഹത്തിൽ സത്യം പറയണം. നമുക്ക് വിശ്വാസത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി കൃത്യമായ നിലപാടുകൾ ഉണ്ടാകണം. നിലപാടുണ്ടാവണം സഹോദരങ്ങളെ. അപ്പോഴാണ് നമുക്ക് വചനത്തെ കാക്കുവാൻ സാധിക്കുള്ളൂ. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി എനിക്ക് ദാവീദിന് ഒത്തിരി ഇഷ്ടമാണ്. അവൻ വെറും ഒരു ഇടയ ചെറുക്കന്, തൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു ബാലനായ ഇടയ ചെറുക്കനായിരുന്നു ദാവീദ്. എന്നാൽ കർത്താവ് അവനെ തെരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ രാജാവായി പ്രവാചകനായ സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തു. പക്ഷെ രാജാവായി അവൻ പൊതുവായി അറിയപ്പെട്ടിരുന്നില്ല. അവൻ ഒന്ന് ബാലനാണ്. രണ്ടാമത് ഇസ്രായേലിന് രാജാവായി സാവൂൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്താണ് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന് പറയുന്നൊരു മല്ലൻ, അതിൽ നമ്മൾ സ്റ്റഡി ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ഓൾമോസ്റ്റ് 10 ഫീറ്റ് എന്ന് പറയുന്നത്, ഏകദേശം 10 അടി ഉയരം, 2 ആളുടെ ഉയരമുള്ളൊരു മനുഷ്യൻ. അവൻ്റെ പടച്ചട്ടയുടെ കുന്തത്തിൻ്റെ ഭാരമൊക്കെ പറയുന്നുണ്ട്. രാക്ഷസ തുല്യനായ വളരെ മല്ലനായ ഒരു പോരാളിയായിരുന്നു ഈ ഗോലിയാത്ത്. ഇസ്രായേൽ സേനയുമായി യുദ്ധത്തിന് വരികയാണ്. ഇവൻ്റെ ഗർജന സ്വരം കേൾക്കുമ്പോൾ സാവൂളും ഇസ്രായേൽ ജനം ഭയചകിതരായി അവർ പേടിച്ചു വിറയ്ക്കുകയാണ്. ഇസ്രായേൽ പാളയത്തിൽ നിന്നും മറുചോദ്യം ചോദിക്കാൻ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജനത്തെ ദുഷിക്കുകയാണ് ഈ അപരിചേതിതൻ, ജാതീയനായ മനുഷ്യൻ. ഇസ്രായേലിലെ ദൈവത്തെ പരിഹസിക്കുന്നു, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ അവഹേളിക്കുന്നു, പരസ്യമായിട്ട് അപമാനിക്കുകയാണ്. ഈ അപമാനവും അവഹേളനമൊക്കെ കേട്ടിട്ടും ആർക്കും പ്രതികരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പേടിച്ചിരിക്കുക. ഈ സമയത്ത് തൻ്റെ സഹോദരന്മാർ യുദ്ധത്തിന് പോയിട്ടുണ്ട്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ദാവീദ് യുദ്ധക്കളത്തിൽ ചെന്നതാണ്. ദാവീദ് ചെല്ലുന്ന സമയത്ത് ഗോലിയാത്തിൻ്റെ ഗർജന കേൾക്കുന്നത്. ഈ ഗർജന കേട്ട മാത്രയിൽ ദാവീദിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം തീ പോലെ കത്താൻ തുടങ്ങി. സഹോദരങ്ങളെ, നമ്മൾ ആത്മാവിനാൽ മുദ്രിതരാണ്, ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഇതുപോലെ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ പരിഹസിക്കുമ്പോൾ, ദൈവവചനത്തെ നിന്ദിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും, ഞാനും നീയും ഒരു ക്രൈസ്തവനാണെങ്കിൽ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ, സഹോദരങ്ങളെ, അഭിമാനത്തോടെ ധീരതയോടെ നമുക്ക് ഉണരാൻ പറ്റണം. കർത്താവിൻ്റെ ആത്മാവിന് ചേർന്ന വിധം പ്രതികരിക്കുവാനും പ്രതിരോധിക്കാനും പറ്റണം. മനസ്സിലാക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ദാവീദ് എന്താ പറഞ്ഞത്? 1 സാമുവേൽ 17:26. ദാവീദ് അടുത്ത് നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവൻ എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചേതിതൻ ആരാണ്? ദാവീദ് ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കുവാൻ, അവഹേളിക്കുവാൻ ഈ അപരിചേതിതൻ ആരാണ്? എന്നോ ഒരു മറുചോദ്യ സഹോദരങ്ങളെ. ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ആദ്യം ഒരു മറുചോദ്യം ഉയരുക. ഇവൻ ആരാണ്? ഇസ്രായേലിന്റെ ദൈവത്തെ പരിഹസിക്കുവാൻ, കർത്താവിൻ്റെ സേനയെ, ജനത്തെ അവഹേളിക്കുവാൻ ഈ അപരിചേതിതൻ ആരാണ്? സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തെ, ദൈവജനത്തെ കാക്കുന്ന, ഡിഫെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ദാവീദിൽ കണ്ടത്. ഗോലിയാത്തിന് പുച്ഛം തോന്നി. വെറും ഒരു ബാലൻ. ഗോലിയാത്ത് പറയുന്നുണ്ട്, ഒരു വടിയുമായി നീ എന്നെ എതിരിടാൻ വരാൻ, ഞാനൊരു പട്ടിയാണടാ. അവൻ്റെ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിക്കുകയാണ്. ഈ സമയത്ത് ദാവീദ് എന്താ പറയുന്നത്? 17:45 ശ്രദ്ധിച്ച്. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടൊളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു.
ഞാനാകട്ടെ ഗോലിയാത്തെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ദൈവം നിന്നെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. സഹോദരങ്ങളെ, ഇതാണ് വിശ്വാസത്തിന്റെ ഭാഷ, ഇതാണ് വിശ്വാസത്തിന്റെ സാക്ഷ്യം. പിന്നീട് നടന്ന് നമുക്ക് അറിയാൻ പറ്റും, അത്ഭുതകരമായി ദാവീദിലൂടെ കർത്താവ് അങ്ങ് പ്രവർത്തിക്കുക, പരിശുദ്ധാത്മാവ് അങ്ങ് ഇടപെടുകയാണ്. ആ മല്ലൻ അവന് ദാവീദ് അടിച്ചു വീഴ്ത്തുകയാണ്. അവൻ മരണപ്പെട്ടു. ഇസ്രായേൽ ജനം അത്ഭുതകരമായി വിജയിച്ചു ഈ ഇളയ ചെറുക്കനായ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ, ശുശ്രൂഷയിലൂടെ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എവിടെയും വചനത്തെ അപമാനിക്കുമ്പോൾ, ദൈവവചനത്തെ നിന്ദിക്കുമ്പോൾ, വചനത്തെ അവഹേളിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ പരിഹസിക്കുമ്പോൾ, ഈ ദാവീദിനുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്, നമ്മൾ ബോംബ് പൊട്ടിക്കാനും വാളെടുക്കാനും കുന്തമെടുക്കാനും കത്തിയെടുക്കാനല്ല പോണ്ടത്. ക്രൈസ്തവർ പ്രതികരിക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിനെ ചേർന്ന വിധം പ്രതികരിക്കണം. നമ്മൾ അങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. ദൈവവചനത്തെ കാക്കണം, നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. സത്യസന്ധമായി നമ്മൾ ധീരതയോടെ നമ്മുടെ നിലപാടുകൾ പറയണം, വചനബോധ്യങ്ങൾ പറയണം. ഇതാണ് റിയാലിറ്റി, യാഥാർത്ഥ്യമെന്ന് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മോട് അത് ആവശ്യപ്പെടുന്നത്. എൻ്റെ ജനമേ, നിങ്ങൾ ദൈവവചനത്തെ കാക്കുന്നവരായി മാറുക, വചനത്തെ പ്രമാണിക്കുന്നവരാകുക, ദൈവവചനത്തെ എവിടെയും ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഗാനമാണ്, നമ്മുടെ കുടുംബത്തിന്റെ ഗാനമാണ്. സഹോദരങ്ങളെ, ഈ ഒരു അനോയിന്റിങ്, ഈ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകട്ടെ. നമുക്കൊരു കോൾ വരും, നമുക്കത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഒത്തിരി മക്കൾ, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, വിഷമിക്കരുത്. നിങ്ങൾ വചനത്തിന് വേണ്ടി തീരുമാനമെടുത്ത മക്കളെ, ദൈവം പ്രവർത്തിക്കും നിങ്ങളിൽ. എത്ര വലിയ പ്രതിസന്ധി ആകട്ടെ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവവചനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. നീ വിശ്വസിക്കുക, നിന്റെ വിശ്വാസത്തിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ആരും അസ്വസ്ഥപ്പെട്ട് നിരാശപ്പെട്ട് വിഷാദത്തിലായിരിക്കരുത്. നിങ്ങൾ ഈ ലിങ്കുകൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ പോസ്റ്ററുകൾ അയച്ചു കൊടുക്കുക. അനേകർ വചനം കേൾക്കട്ടെ. നമ്മൾ അങ്ങനെ പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളിലും പരിഹാരം ഉണ്ടാവും, പല ബന്ധനങ്ങളും മാറിപ്പോകും. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പല വിഷയങ്ങളിലും ദൈവശക്തി ഇറങ്ങും, തീർപ്പുണ്ടാകും, തീരുമാനമുണ്ടാകും. വിശ്വസിക്കുക സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമുക്ക് ആ കോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ. പ്രൈസ് ദി ലോർഡ്. എന്റെ മോള് ഭയങ്കര അസ്വസ്ഥതയാ. അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര നിരാശ എന്ന് പറഞ്ഞാല് എന്തോ ഒരു തിന്നയുടെ സ്വാധീനം പോലെ എനിക്ക് തോന്നുന്നു. അവൾക്ക് എന്ത് പ്രായമുണ്ട്? അവൾക്ക് 24 വയസ്സ്. അവള് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ വചനം വായിക്കാനും ഇല്ല, ദൈവവിശ്വാസവും ഇല്ല, പള്ളി പോകാൻ താല്പര്യമൊന്നുമില്ല, ഒരു താല്പര്യവും ഇല്ല. അവൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ടോ? വേറെ എന്തെങ്കിലും വല്ല അസ്വസ്ഥതകളുണ്ടോ? വേറെ രാഷ്ട്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവവിശ്വാസം പള്ളിയിലൊന്നും പോകത്തൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലായി. അതാണ് വലിയൊരു വേദനയാണ്. അത് ഒത്തിരി മാതാപിതാക്കളുടെ വേദനയാണ്, മക്കൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥ. അത് നമുക്ക് ഈ ജോലി, നമ്മൾ ആ നിരാശ വരുന്നതിനെ കാരണം നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് വചനം അയച്ച മകളെ സുഖപ്പെടുത്തുന്ന സമയം ഇതുപോലെയുള്ള ഒത്തിരി മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ട് പ്രാർത്ഥനയില്ലാതെ, പരിശുദ്ധ കുദാശകൾ അവഗണിച്ചുകൊണ്ട്, കുമ്പസാരമില്ല, പരിശുദ്ധ കുർബാനയില്ല, പരിശുദ്ധ വചനമില്ല, ആത്മീയ കാര്യങ്ങളിൽ യാതൊരു ശുഷ്കാന്തിയുമില്ലാതെ മനസ്സ് മരവിച്ച് വിശ്വാസരാഹിത്യത്തോടെ ജീവിക്കുന്ന മക്കള് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ മകൾക്ക് വേണ്ടി, ഇതുപോലെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മാതാപിതാക്കളെ പ്രാർത്ഥിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, സഹോദരങ്ങളെ വിശ്വാസത്തോടെ വിളിച്ച്, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം, ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന സമയം, ആത്മാവിന്റെ തീയായി വചനം അനേകം ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം, കരമുയർത്തി നമ്മൾ ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, വചനമയച്ച്, അങ്ങ്
വചനമയച്ച് ആ പൈശാചിക പീഡകളിൽ നിന്ന്, അവിശ്വാസത്തിന്റെ, വിശ്വാസമില്ലായ്മയുടെ, വിശ്വാസരാഹിത്യത്തിന്റെ പൈശാചിക പീഡകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് വിമോചനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു കർത്താവേ. അനേകം കുടുംബങ്ങൾ വിമോചിക്കപ്പെടട്ടെ, അനേകം ജീവിതങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ, അനേകം മക്കൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, അനേകം കുഞ്ഞുങ്ങൾ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവേ, വചനമയക്കണമേ. വചനമയച്ച് സൗഖ്യങ്ങൾ, വിമോചനങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. ശ്രദ്ധിക്കുന്നു. മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധ വചനത്തിലുള്ള വിശ്വാസം, മറവിലാണു പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം, എന്റെ വിശ്വാസം പരിശുദ്ധ കുംഭസാരത്തിലുള്ള വിശ്വാസം. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആമേൻ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവ് വചനമയച്ച് തന്റെ സൗഖ്യവും വിമോചനവും കൃപയും അഭിഷേകവും പകർന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതത്തിന്റെ സമയമാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്തോടെ വചനം കേട്ടോ, വചനം വായിച്ചോ, നീ വചനം ഭക്ഷിച്ചോ, അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും, ഉത്തരം കിട്ടും. മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. സുഭാഷിത പുസ്തകം 16:20 എല്ലാവരും ശ്രദ്ധിച്ച്. സുഭാഷിതങ്ങൾ 16:20 എന്താ വചനം പറയുന്നത്? ദൈവവചനം ആദരിക്കുന്നവർ ഉത്കർഷം നേടും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പൊ ശ്രദ്ധിച്ച്, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ആദരിക്കുമ്പോൾ, വചനത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ നമ്മൾ കാക്കുന്നവരായി മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സ്വർഗം അനുഗ്രഹിച്ച് ഉയർത്തും. എന്തൊക്കെ പ്രശ്നങ്ങൾ, ആത്മീയമായ പ്രശ്നങ്ങളാവട്ടെ, മാനസിക പ്രശ്നങ്ങളാകട്ടെ, മറ്റേത് ഭൗതിക പ്രശ്നങ്ങളാകട്ടെ, അവിടെയെല്ലാം ആത്മാവ് ഇടപെടാൻ തുടങ്ങും, ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. അവർ ശ്രേയസാർജിക്കും. ദൈവവചനത്തെ ആദരിക്കുന്നവരെ, കർത്താവിൻ്റെ വചനത്തെ കാക്കുന്നവരെ ഉത്കൃഷ്ടം നേടും, അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. അവരെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല സഹോദരങ്ങളെ. അത് നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുമിത്രങ്ങളുടെ നടുവിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, ബിസിനസ് മണ്ഡലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ എവിടെയായിരുന്നാലും ദൈവവചനത്തെ കാക്കുന്നവരായി മാറണം. വചനത്തെ നിഷേധിക്കുന്നത് കാണുമ്പോൾ, വചനത്തെ അപഹസിക്കുന്നത് കാണുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ നിന്ദിക്കുന്നതും ദുഷിക്കുന്നതും കാണുമ്പോൾ നമ്മുടെ അഭിഷേകം അങ്ങ് കത്തണം, നമ്മളിലുള്ള വിശ്വാസം ചൊരിക്കണം. നമ്മൾ ആ തിന്മ നിറഞ്ഞ പ്രവർത്തികൾക്കെതിരെ നമ്മൾ പോരാടണം. വചനത്തിൻ്റെ ശക്തി നമ്മൾ ഉയർത്തി കാണിക്കണം. വചനത്തിൻ്റെ പവർ നമ്മൾ കാണിച്ചു കൊടുക്കണം. വചനത്തെ കാക്കണം. ഇത് കളിയാക്കാനുള്ളതല്ല, ഇത് ചവിട്ടി മെതിക്കാനുള്ളതല്ല, ഇതിനെ അപഹസിക്കാനോ ദുഷിക്കാനോ അവഹേളിക്കാനുള്ളതല്ല കർത്താവിൻ്റെ വചനം. ഇത് നമ്മുടെ ചങ്കാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ ചങ്കാണ് സഹോദരങ്ങളെ. ഈ സത്യം മനസ്സിലാക്കി വചനത്തെ കാക്കണം നമ്മൾ. വെളിപാട് പുസ്തകം 3:8 കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനം, പലപ്പോഴും ആവർത്തിച്ച് വായിക്കുന്നൊരു വചനമാണത്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. കർത്താവ് ശ്രദ്ധിക്കും വചനം കാക്കുന്നുണ്ടോ എന്ന്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ സഹോദരങ്ങളെ, ആരെല്ലാം വചനത്തെ കാക്കുന്നവോ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ വാതിലുകൾ തുറക്കും.
ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇവാഞ്ചലൈസേഷന് വേണ്ടി, ആത്മാക്കളെ നേടുവാൻ വേണ്ടി, സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി. ആർക്കും പൂട്ടാൻ പറ്റില്ല സഹോദരങ്ങളെ. നിന്റെ കുടുംബത്തിന് മുൻപിൽ, നിന്റെ ജീവിതത്തിന് മുൻപിൽ, നിന്റെ മക്കളുടെ മുൻപിൽ, നിന്റെ തലമുറയുടെ മുൻപിൽ, നിന്റെ സമൂഹത്തിന് മുൻപിൽ കർത്താവ് ഒരു വാതിൽ അങ്ങ് തുറന്നിട്ടിരിക്കുക. ആർക്കും പൂട്ടാൻ പറ്റത്തില്ല. അവനൊരു വാതിൽ പൂട്ടിയാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. അവനൊരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. താക്കോൽ കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. വചനത്തെ കാക്കുന്നവർക്കുള്ള പ്രോമിസാണിത്. വചനത്തെ പ്രമാണിക്കുന്നവർക്കുള്ള കർത്താവിന്റെ വാഗ്ദാനമാണിത്. വെളിപാട് 3:10 ആ വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ഈ നാളുകളിൽ വരാൻ പോകുന്നൊരു കാര്യമാണ്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ ലോകമത് നേരിടുന്ന സഹോദരങ്ങളെ, ഇതുവരെ ലോകത്തിൽ സംഭവിക്കാത്ത വിധത്തിലുള്ള വിനാശങ്ങള്, പരിശോധനകള് ലോക ജനതയുടെ മേലുണ്ടാകും. ആ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. കർത്താവ് പറയാ, മകനെ മകളെ, നീ എൻ്റെ വചനം കാത്തു. വചനം കാക്കുന്നവർക്ക് പ്രൊവിഡൻസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ബ്ലെസ്സിങ്സ് ഉണ്ട്, അനോയിന്റിംഗ് ഉണ്ട്. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന വാതിൽ ദൈവം അവരുടെ മുൻപിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഈ സത്യം മനസ്സിലാക്കി വചനത്തെ സ്നേഹിക്കുക, വചനത്തിൽ വ്യാപരിക്കുക, വചനത്തെ ഉയർത്തിപ്പിടിക്കുക, വചനത്തെ കാക്ക്. വചന അഭിമാനമായി മാറട്ടെ. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എൻ്റെ ഗാനമാണ് കർത്താവിൻ്റെ വചനം. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച്, ആയിരക്കണക്കിന് മക്കള് നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എല്ലാവരുടെ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത കൃപകൾ, അത്ഭുത അഭിഷേകം, അത്ഭുത ശക്തി വെളിപ്പെടുന്ന സമയം. എല്ലാവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ പരിശുദ്ധ കുർബാന ആരാധന നടത്താത്തത് വിമല ഹൃദയ പ്രതിഷ്ഠ സമയത്ത് ആരാധന ശുശ്രൂഷ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സഹോദരങ്ങളെ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ഒരു മനസ്സോട് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അനേക മക്കൾ ഹൃദയ തകർച്ചയോടെ വന്നിരിക്കുക. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. നാമത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. കർത്താവേ, അവരുടെ ദുഃഖങ്ങളെ കാണണമേ, സങ്കടങ്ങളെ അറിയണമേ, അവരുടെ പ്രതിസന്ധികളെ പരിഹരിക്കണമേ, അവരുടെ കണ്ണുനീര് തുടയ്ക്കണമേ, നിയോഗങ്ങളെ ആശീർവദിക്കണമേ, ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ വചനം അയച്ച് ആത്മീയം ഭൗതികമായ നന്മകൾ നൽകി അങ്ങയുടെ ജനത്തെ ഇപ്പോൾ ഈ സമയം സന്ദർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. വ്യക്തിപരമായ, കുടുംബമായ, കൂട്ടായ്മയായ എല്ലാ നിയോഗങ്ങളും കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ നാമത്താൽ, കർത്താവിന്റെ പരിശുദ്ധ രക്തസാക്ഷികളുടെ യോഗ്യതകളാൽ ഇപ്പോൾ ആശീർവദിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. Lord bless, anoint in the name of Jesus. ക്ലേശമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ലോകമെന്നെ ദ്വേഷിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകമെന്നെ ദ്വേഷിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നാളെ ഈ ശുശ്രൂഷയുടെ സമാപനമാണ് കർത്താവിൻ്റെ വചനം. അനേക മക്കൾ കടന്നു വരണം. ഇവിടെ നയിക്കുന്ന ആ ലൈവ് ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ഗ്രൂപ്പുകളിലേക്ക് അയക്കണം. അങ്ങനെ 10,000 ഒന്നിച്ചുകൂടി നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവവചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും സ്വന്തമാക്കണം.
നമ്മുടെ കുടുംബങ്ങളും മക്കളും തലമുറകളെല്ലാം വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അവർ അനുഗ്രഹീതരാകണം. രണ്ടാമത്തെ കാര്യം, സെപ്റ്റംബർ 1 മുതൽ 7 വരെ സ്നേഹബഹുമാനപ്പെട്ട സേവ്യർക്കൻ വട്ടായിലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഷെക്കേന ന്യൂസിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷ വിശ്വാസത്തിൻ്റെ വാതിൽ, ബഹുമാനപ്പെട്ട ബിനോയിച്ചിനും റേമി സിസ്റ്ററും അതുപോലെ ടീം ഷെക്കേനയിലെ അംഗങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ ആ പോസ്റ്റർ നോക്കിക്കേ. ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ് സഹോദരങ്ങളെ. ആരും നിസ്സാരമായി ലാഘവമായി കാണരുത്. നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. ഈ പോസ്റ്ററുകളൊക്കെ അയച്ചു കൊടുക്കണം, ലിങ്കുകൾ അയച്ചു കൊടുക്കണം. നമുക്ക് 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂറാണ്. അച്ഛൻ വളരെ കാര്യക്ഷമമായി ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത പ്രചോദനത്താലാണ് ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത്. 10,000 ഒരുങ്ങി കർത്താവിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കണം. വിശ്വാസത്തിന് കൃപ സ്വന്തമാക്കണം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ, ഈ നിയോഗങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നേരത്തെ ഡിസ്പ്ലേ ചെയ്ത വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ, അതെന്ത് തന്നെയുള്ള കുടുംബത്തിൻ്റെ വ്യക്തിപരമായ മക്കളുടെ ഏത് ആവശ്യങ്ങൾ നിയോഗങ്ങൾ നിങ്ങളത് വിളിക്കുക, നിങ്ങൾ അയയ്ക്കുക, നിങ്ങളതിലേക്ക് മെസ്സേജ് ഇടുക. ബഹുമാനപ്പെട്ട വട്ടായിലച്ചനും ടീമും അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ 10,000 പങ്കെടുത്ത് ഈ ശുശ്രൂഷ വലിയ കൃപയായിട്ട് മാറാൻ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ഞാൻ ഈ ദിവസങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ഷെക്കേനയ്ക്ക് വേണ്ടി നിങ്ങൾ സീരിയസ് ആയി പ്രാർത്ഥിക്കണം. വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ മുൻപിൽ ചില പ്രതിസന്ധികളുണ്ട്. ഈ തിങ്കൾ ചൊവ്വ ഈ 2 ദിനങ്ങൾ ഷെക്കേന ഈ ന്യൂസ് മീഡിയയുടെ ചാപ്പലിൽ, ദിവ്യകാരുണ്യ പരിശുദ്ധ ചാപ്പൽ 2 ദിവസം ആരാധന നടക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ദിക്കിലായിരുന്നാലും നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ മുൻപിലുള്ള, ഞാൻ പറഞ്ഞതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് നമുക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. വളരെ പ്രയാസകരമായ ചില ബുദ്ധിമുട്ടുകളാണ്. നമുക്ക് ഭീമാകരമായ ചില സാമ്പത്തിക ക്ലേശങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ദോഷഫലങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിനെ ആശ്രയിക്കുകയാണ്. കർത്താവിൽ നിന്നൊരു ആലോചന കിട്ടാനായിട്ട് മക്കളെ, നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് ദിക്കിലായിരുന്നാലും സെപ്റ്റംബർ 2, 3 തീയതികളിൽ കാലത്ത് 8 മുതൽ രാത്രി 8 മണി വരെ ഇന്ത്യൻ സമയം, അങ്ങനെ 24 മണിക്കൂറാണ് ആരാധന വെച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ട് 12 മണിക്കൂർ. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അതിനോട് ഒരു വലിയൊരു വാതിൽ തുറക്കാൻ, ഷെക്കേനയ്ക്ക് പോകേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷ കാണുന്നവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, നിങ്ങളിതിനെ ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്, നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. പലരും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും എവിടെ എത്താത്തൊരവസ്ഥയാണ്. അത് നിങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് കർത്താവിന്. കാരണം അത്രയും ഒരു പ്രധാനപ്പെട്ട 1-2 ഏരിയാസാണ്. അപ്പോൾ നിങ്ങൾ കാര്യക്ഷമമായി സഹകരിക്കണം. കർത്താവ് സാമ്പത്തികമായി അനുഗ്രഹിച്ച മക്കൾ ഒന്നും നോക്കരുത്. അത് അധികപ്പറ്റല്ല. കർത്താവിൻ്റെ ശുശ്രൂഷകൾ നിലനിൽക്കാൻ വേണ്ടി, അതിൻ്റെ സഭ വളരാൻ വേണ്ടി, ഇവാഞ്ചലൈസേഷൻ നടക്കാൻ വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് ഉയർച്ച കിട്ടാൻ വേണ്ടി അത് ആഗ്രഹിക്കുന്ന മക്കൾ, ഷെക്കേനെ സ്നേഹിക്കുന്ന മക്കൾ, നിങ്ങൾ ഇത് സ്നേഹത്തോടെ സ്വീകരിച്ച് സാമ്പത്തികമായ സഹായങ്ങൾ നൽകി ആ വലിയ പ്രതിസന്ധിയെ മറികടക്കുവാൻ നിങ്ങൾ സഹകരിക്കണം. ഒപ്പം തീക്ഷണമായി പ്രാർത്ഥിക്കണം. സെപ്റ്റംബർ 2, 3 തീയതികളിലുള്ള ആരാധന ശുശ്രൂഷയിൽ ഇന്ത്യൻ സമയം രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ജോയിൻ ചെയ്ത് ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരങ്ങൾ, ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായി എന്നെയും ടീം ഷെക്കേനെയും ഓർക്കണം, ഈ ആലയത്തെ ഓർക്കണം. പ്രാർത്ഥന കൊണ്ട് നിങ്ങളിതിനെ കോട്ട കെട്ടണം, നിങ്ങളിതിന് പൊതിഞ്ഞു പിടിക്കണം സഹോദരങ്ങളെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും സകലതിലെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.